യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് കർത്താവ് നൽകിയ 11ാമത്തെ കൽപ്പന എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഏതാണ് ഈ 11ാമത്തെ കൽപ്പന? ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവിൻ എന്ന് പറഞ്ഞ് ഈശോ തൻ്റെ പരസ്യകാല ജീവിതത്തിൻ്റെ അവസാന മുഹൂർത്തത്തിൽ തന്ന കൽപ്പനയാണ് 11ാമത്തെ കൽപ്പന. നമുക്കറിയാവുന്നത് പോലെ തന്നെ പഴയ നിയമത്തിൽ സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് 10 കൽപ്പനകൾ കൽഫലകങ്ങളിലാക്കി ദൈവപിതാവ് കൈമാറി. ഈ 10 കൽപ്പനകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശയ്ക്ക് കൈമാറിയത് ഈ 11ാമത്തെ കൽപ്പന സ്വീകരിക്കാൻ മാനവകുലത്തെ മുഴുവൻ ഒരുക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. സഭാപിതാക്കന്മാർ ഒന്നടങ്കം പറയും, ഇതാ ദിവ്യകാരുണ്യമാണ്, വിശുദ്ധ കുർബാനയാണ് സഭയുടെ മുഴുവൻ പവറിൻ്റെയും കേന്ദ്രമായി നിൽക്കുന്നത് എന്ന്. കുദാശകളുടെ കുദാശ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയാണ്. സഭ എന്തിനു വേണ്ടി നിലകൊള്ളണമെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ടാണ്. പൗരോഹിത്യം എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയാണ്. എന്നാണ് ലോകാവസാനം എന്ന് ചോദിച്ചാൽ അവസാന ബലി അർപ്പിക്കപ്പെടുന്ന ദിവസമാണ്. പിശാചിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയാണ്. സഭയുടെ മുഴുവൻ ആരംഭവും അതിൻ്റെ നടത്തിപ്പും അതിൻ്റെ ഒടുക്കവും വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന് ഏറ്റവും അധികം ബലം നൽകുന്ന ഒന്നായി ദിവ്യകാരുണ്യത്തെ ഒരാൾ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത്. ഇന്ന് ഈ സമയം വിശുദ്ധ കുർബാനയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്ന വചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പുതിയ നിയമത്തിലുടനീളം നമ്മൾ ഒട്ടേറെ വായനകളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ഒട്ടേറെ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്കുകൾ, വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സാധാരണയായി യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്നാണ് പറയുന്നത്. 2 അടയാളങ്ങൾ വ്യാഖ്യാനിച്ചതിന് ശേഷം ആണ് സത്യത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ജീവൻ്റെ അപ്പത്തെക്കുറിച്ച്, സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന മന്നയെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതമാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തിലൂടെ എന്താണ് യേശു പറയുന്നത്? 5 അപ്പം 5000-ത്തിനോ 10,000-ത്തിനോ വേണ്ടി മുറിച്ച് നൽകാൻ ഉള്ള കഴിവ് മാത്രമല്ല യേശുവിനുള്ളത്, മറിച്ച് അപ്പത്തിൻ്റെ മേൽ അധികാരം തനിക്ക് ഉണ്ട് എന്ന് യേശു സ്ഥാപിക്കുകയാണ്. താൻ കരുതുന്ന ഏതൊരു വിധത്തിലേക്കും അപ്പത്തെ രൂപാന്തരപ്പെടുത്താൻ യേശുവിന് കഴിയും, ദൈവത്തിന് കഴിയും. കാരണം ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. അപ്പത്തിൻ്റെ മേൽ അധികാരം അവനുണ്ട്. എന്തിന് ഈ അപ്പത്തിലേക്ക് അവൻ ചുരുങ്ങണം എന്ന് തീരുമാനിച്ചാൽ പോലും അവന് അപ്പത്തിലേക്ക് ചുരുങ്ങാനായിട്ട് കഴിയും. രണ്ടാമത് നൽകുന്ന അത്ഭുതം അഥവാ അടയാളം തുടർന്നുള്ള വാചകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. അതിൽ പറയുന്ന അത്ഭുതം ഇതാണ്: ഇതാ കർത്താവ് വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു. നമുക്കറിയാം, നമുക്ക് വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ പറ്റില്ല. നമ്മൾ വെള്ളത്തിൻ്റെ മീതെ കയറുന്നതും വീഴുന്നതും ഒരുപോലെ ഇരിക്കും, പെട്ടെന്നായിരിക്കും. എന്നാൽ കർത്താവിന് വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തെ വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാൻ തക്ക വിധത്തിൽ രൂപാന്തരപ്പെടുത്താനുള്ള ശേഷി കർത്താവായ യേശുവിനുണ്ട്. എന്ന് പറഞ്ഞാൽ വെള്ളത്തെ വീഞ്ഞാക്കാൻ അവന് പറ്റും, വെള്ളത്തെ രൂപാന്തരീകരണം സംഭവിപ്പിക്കാൻ അവന് പറ്റും, വെള്ളത്തെ ഏതു വിധത്തിലും മാറ്റിമറിക്കാൻ അവന് പറ്റും. പച്ചവെള്ളം പോലുള്ളൊരു ജീവിതത്തെ മുന്തിരിച്ചാറ് പോലെ വീര്യമുള്ള ജീവിതമാക്കി മാറ്റാൻ അവന് പറ്റും. അവൻ കരുതിയാൽ ഏതൊരു വെള്ളത്തിൻ്റെ അംശത്തെയും മറ്റൊരു തലത്തിലേക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയും. സഹോദരങ്ങളെ, ഈ 2 അത്ഭുതങ്ങൾ
അടയാളങ്ങളായി പറഞ്ഞതിന് ശേഷമാണ് കർത്താവിത ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറയുന്നത്. 6-ാം അധ്യായം 25 മുതൽ 71 വരെയുള്ള വചനങ്ങളിൽ ആവർത്തിച്ച് ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രഷ്യസായ, ഏറ്റവും അമൂല്യമായ ഗിഫ്റ്റാണെന്ന് പറയുന്നത്? ഒരു മുല്ലക്കൊടി പകൽ മുഴുവൻ വെയിൽ കൊള്ളുന്നത് രാത്രിക്ക് വേണ്ടിയല്ലേ? കാരണം രാത്രിയാണത് വിടരുന്നത്. ഇതുപോലെ യേശു തൻ്റെ പരസ്യകാല ജീവിതത്തിൽ മുഴുവൻ കാര്യങ്ങൾ ചെയ്തത് താൻ കടന്നു പോകുന്നതിന് മുമ്പ് ഒടുക്കമായി ഇത്തരം ഒരു കാര്യം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടാണ്. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് കർത്താവ് വീട് തന്നേക്കാം, കർത്താവ് മനോഹരമായ സൗഖ്യം തന്നേക്കാം, കർത്താവ് നല്ല വാഹനങ്ങൾ തന്നേക്കാം, നല്ല ജീവിതാന്തസ്സോ വിദ്യാഭ്യാസമോ എന്തു വേണമെങ്കിലും തന്നേക്കാം. എന്നാൽ ഇതൊന്നുമല്ല കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇതൊന്ന് തന്നാലും നമുക്ക് കർത്താവിന് ഒന്നും നഷ്ടപ്പെടുന്നത് നമ്മൾ കാണില്ല. ഉദാഹരണമായി വെള്ളം വീഞ്ഞാക്കിയപ്പോൾ യേശുവിനൊന്നും നഷ്ടമായില്ല. കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തപ്പോൾ യേശുവിനൊന്നും നഷ്ടമായില്ല. അന്ധന് കാഴ്ച കൊടുത്തപ്പോൾ യേശുവിനൊന്നും നഷ്ടമായില്ല. ചെകിടന് കേൾവി കൊടുത്തപ്പോൾ യേശുവിനൊന്നും നഷ്ടമായില്ല. എന്നാൽ താൻ കാൽവരി കുരിശിൽ ജീവൻ അർപ്പിക്കേണ്ടതിൻ്റെ തലേ രാത്രി മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷയുടെ അച്ചാരമായി താൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ യേശുവിന് സകലത നഷ്ടമായി. അവൻ്റെ ജീവൻ നഷ്ടമായി, അവൻ്റെ ആനന്ദം നഷ്ടമായി, അവൻ്റെ അമ്മ നഷ്ടമായി, അവൻ്റെ ശിഷ്യഗണം നഷ്ടമായി. അവന് ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യേശു ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിച്ചു നമ്മുടെ നാവിൻ്റെ തുമ്പിലെത്താൻ. അവൻ ഒരുപാട് തുപ്പൽ കൊണ്ടു നമ്മുടെ നാവിൻ്റെ തുമ്പിലെത്താൻ. അതുകൊണ്ടാണ് അവൻ്റെ ചങ്ക് പിളർന്ന് നൽകിയതാണ് കാസകളിൽ ഒഴുകുന്ന തിരുരക്തം എന്ന് നമ്മൾ പറയുന്നത്. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ആപാദ ചൂടം അവൻ പീഡിപ്പിക്കപ്പെട്ടു. പെറ്റ തള്ളയുടെ മുമ്പിൽ നഗ്നനായി നടത്തപ്പെട്ടു. പ്രത്തോറിയത്തിൽ ഏറെ സമയം അവന് കാത്തു കിടക്കേണ്ടതായിട്ട് വന്നു. ഒരുപാട് മുറിവുകൾ അവൻ ഏറ്റു. ഉഴവ് ചാലുകൾ പോലെ അവൻ്റെ ശരീരം മുഴുവൻ മുറിവേറ്റു. അസ്ഥികൾ എണ്ണാൻ തക്ക വിധത്തിൽ അവൻ്റെ ദേഹം മുഴുവൻ തകർക്കപ്പെട്ടു. ഇത് മുഴുവൻ അവൻ സഹിച്ചത് ഈ തലേ രാത്രിയിൽ ഈ വിശുദ്ധ കുർബാന തരേണ്ടതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഈ ദാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദാനം, മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ലോർഡ് എന്ന് നമ്മൾ പറയുന്നത്. ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇതാണെന്ന് പറയുന്നത്. ഇതാ ഈ കാലയളവിൽ ഒട്ടേറെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങി വരാനുള്ള പ്രധാനപ്പെട്ട കാരണവും വിശുദ്ധ കുർബാനയിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന പ്രചോദനമാണ്. ഒരു വ്യക്തിയെ മാത്രം ഇന്ന് ഈ ഉപാസനയിൽ ഞാൻ പരിചയപ്പെടുത്താം. അത് വലിയൊരു മെഗാ ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്ന, ഒരു മെത്തോഡിസ്റ്റ് സഭയുടെ പാസ്റ്ററായിരുന്ന അലൻ ഹണ്ട് എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ചാണ്. 2008 ജനുവരി മാസം 6-ാം തീയതി അറ്റ്ലാന്റയിലെ ഏറ്റവും പഴയ ഒരു ദേവാലയമായ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ചിൽ അലൻ ഹണ്ട് എന്ന് പറയുന്ന ഒരു മെഗാ ചർച്ചിൻ്റെ പാസ്റ്റർ വന്ന് മുട്ടുകുത്തി നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ജനം മുഴുവൻ നോക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ഒട്ടേറെ ജനങ്ങൾക്ക് വർഷിപ്പ് നടത്താൻ സഹായിക്കുന്ന ഒരു വലിയ പാസ്റ്റർ വന്ന് ഈ കത്തോലിക്ക ദേവാലയത്തിൽ മുട്ടുകൾ മടക്കിയിരിക്കുന്നു? പലരും ചെന്ന് വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ അദ്ദേഹത്തോട് കാര്യം തിരക്കി. അപ്പോഴാണ് അദ്ദേഹം കാര്യം പങ്കുവെക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ കണറ്റിക്കട്ടിലുള്ള യെയിൽ യൂണിവേഴ്സിറ്റിയിൽ അലൻ ഹണ്ട് ന്യൂ ടെസ്റ്റമെൻറ്റിൽ പുതിയ നിയമത്തിൽ PhD ചെയ്യാനായിട്ട് പോയിരിക്കുന്നു. അതേസമയം തന്നെ ഡൊമിനിക്കൻ സഭയിലെ ഫാദർ സ്റ്റീവ് എന്ന് പറയുന്നൊരു വൈദികനും അദ്ദേഹത്തോടൊപ്പം പുതിയ നിയമത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. അന്ന് ഒരു നല്ല ക്രിസ്മസ് കാലത്ത് ഡൊമിനിക്കൻ സഭയിലെ ഏതാനും
മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ വേണ്ടി ഫാദർ സ്റ്റീവിനെ അവർ ക്ഷണിച്ചു. വിഷയം ഹോളിനെസ് എന്നുള്ളതായിരുന്നു, വിശുദ്ധിയെക്കുറിച്ച് പറയുക. അപ്പോൾ ഫാദർ സ്റ്റീവിന് തോന്നി, എന്തുകൊണ്ട് മെത്തോഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ജോൺ വെസ്ലി എന്ന് പറയുന്ന വ്യക്തി വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പറയാൻ അലൻ ഹണ്ടിനെ കൂടി ക്ഷണിച്ചുകൂടാ. അങ്ങനെ അലൻ ഹണ്ട് ജോൺ വെസ്ലി എന്ന് പറയുന്ന അവരുടെ സഭയുടെ സ്ഥാപകൻ പറയുന്ന വിശുദ്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒപ്പം ഫാദർ സ്റ്റീവ് ആകട്ടെ കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനായ തോമസ് അക്വിനാസ് വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഈ 50ഓളം വരുന്ന മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിനോട് 7 ദിവസങ്ങളിലായി പങ്കുവയ്ക്കുന്നു. അവർ രണ്ടുപേരും ചേർന്ന് 7 ദിവസം മാറി മാറി അവരെ ധ്യാനിപ്പിക്കുന്നു. പ്രഭാതത്തിലെ സമയം ഫാദർ സ്റ്റീവ് കൈകാര്യം ചെയ്യും, വൈകുന്നേരത്തെ സമയം ഈ മെത്തോഡിസ്റ്റ് പാസ്റ്ററും കൈകാര്യം ചെയ്യും. സഹോദരങ്ങളെ, പ്രഭാഷണങ്ങളെല്ലാം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം അവർ പിരിയുന്നതിന് മുമ്പ് ഈ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഇവർക്ക് നല്ലൊരു ഡിന്നർ ഒരുക്കി. ഡിന്നർ ഒരുക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ റോസ് എന്ന് പറയുന്ന സിസ്റ്റർ അലൻ ഹണ്ടിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, ഓ മിസ്റ്റർ പാസ്റ്റർ അലൻ ഹണ്ട്, യു ടോക്ക് ലൈക്ക് എ കാത്തലിക് പ്രീസ്റ്റ്. നിങ്ങൾ ഒരു കത്തോലിക്ക പുരോഹിതനെ പോലെ സംസാരിക്കുന്ന, എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഒരു കത്തോലിക്ക വിശ്വാസിയാകുന്നില്ല? അപ്പോൾ അയാൾ ഉടനെ തന്നെ ഈ പാസ്റ്റർ മറുപടി പറഞ്ഞു, എനിക്ക് കത്തോലിക്ക സഭയിലെ ഒട്ടേറെ കാര്യങ്ങളിൽ വിശ്വാസമുണ്ട്, പക്ഷേ വിശുദ്ധ കുർബാനയിൽ എനിക്ക് വിശ്വസിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇത് പറഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട സിസ്റ്റർ റോസ് അവരോട് പറഞ്ഞു, അങ്ങയെ പഠിപ്പിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യാം. അതിതാണ്, പറ്റിയാൽ പാസ്റ്റർ വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ മടങ്ങിച്ചെന്ന് മുറിയിൽ ചെല്ലുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കണം. സത്യത്തിൽ ഈ പാസ്റ്റർ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തെക്കുറിച്ച് പഠനം നടത്താനായിരുന്നു ആ യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നത്. ആ പാസ്റ്റർ മുറിയിൽ ചെന്നു യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് ഏതാനും ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നത്. ആദ്യം ആ സിസ്റ്ററോട് അലൻ ഹണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ പഠനത്തെ കാണുന്നതും ഒരാലങ്കാരികമായി മാത്രമാണ്. ഈശോ റിയലായി ഒറിജിനലായി അവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പാസ്റ്റർ പറഞ്ഞിരുന്നു, ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം 8:12 ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 10:7 ഞാൻ ആടുകളുടെ വാതിലാണെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ നല്ല ഇടയനാണെന്ന് യോഹന്നാൻ 10:11 പറയുന്നുണ്ടല്ലോ. ഞാൻ ജീവനും പുനരുത്ഥാനവുമാണെന്ന് യോഹന്നാൻ 11:26 പറയുന്നുണ്ടല്ലോ. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് യോഹന്നാൻ 14:6 പറയുന്നുണ്ടല്ലോ. ഞാൻ മുന്തിരിവള്ളിയും ശാഖയുമാണെന്ന് യോഹന്നാൻ 15:5 പറയുന്നുണ്ടല്ലോ. ഇത്രയൊക്കെ ഇതുപോലെ തന്നെയല്ലേ സത്യത്തിൽ ഞാൻ ജീവൻ്റെ അപ്പവുമാണെന്ന് ഈശോ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഇതായിരുന്നു അലൻ ഹണ്ടിൻ്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ്. സഹോദരങ്ങളെ, ഇത് പറഞ്ഞ് ഈ ആർഗ്യുമെൻ്റ് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ അലൻ ഹണ്ട് സ്വന്തം മുറിയിലേക്ക് ചെല്ലുന്നത്. മുറിയിൽ ചെന്ന് പതുക്കെ വായന തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. എന്തുകൊണ്ട് ഈശോ ഒരേ കാര്യം ആവർത്തിച്ച് പറയുന്നു? ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനം, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. വീണ്ടും 6:47, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. 6:51, ഐ ആം ദ ലിവിങ് ബ്രെഡ്. 6:53, ഈറ്റ് ദ ഫ്ലഷ് ഓഫ് ദ സൺ ഓഫ് മാൻ ആൻഡ് ഡ്രിങ്ക് ഹിസ് ബ്ലഡ്. 6:53 വീണ്ടും പറയുന്നു, ദോസ് ഹു ഈറ്റ് മൈ ഫ്ലഷ് and drink my blood will have eternal life. 6:54, whoever eats me will have eternal life. 6:58, one who eats this bread will live forever. ഒരേ വാചകം തന്നെ, ഒരേ കാര്യം തന്നെ ഈശോ ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ അലൻ ഹണ്ട് അത്രയും സമയം കരുതിയിരുന്നത് പ്രകാശമാണെന്ന് ഈശോ പറയുന്നുണ്ടെങ്കിലും ഈശോയെ ഒരു തീപ്പന്തമായിട്ടല്ലല്ലോ കരുതുന്നത്. ഞാൻ വാതിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈശോയെ വെറുതെ തുറന്നിറക്കുന്ന വാതിലായിട്ടല്ലല്ലോ കാണുന്നത്. ഞാൻ നല്ല ഇടയനാണെന്ന് പറയുന്നുണ്ടെങ്കിലും
ഈശോയെ പുറത്തുള്ള ഒരു ഇടയ ചെറുക്കനായിട്ടല്ലല്ലോ കാണുന്നത്. പക്ഷെ ഈ വാചകങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അലൻ ഖണ്ഡ് ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് ഈശോ ആവർത്തിച്ച് ഈ വരികൾ 10ഉം 15ഉം പ്രാവശ്യം ഈ വരികൾക്കിടയിൽ ഒരേ കാര്യം പറയുന്നു. അലൻ ഖണ്ഡ് എന്തെന്നില്ലാത്ത വിധത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, നീ ഇത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നീ ആവർത്തിച്ച് ഒരേ കാര്യം പറയുന്നുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ അർത്ഥം? സഹോദരങ്ങളെ, കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കുറേ കൂടി ഉന്നതമായ ഒരു ഉൾക്കാഴ്ച അദ്ദേഹത്തിന് കിട്ടി. ആ ഉൾക്കാഴ്ച ഇതാണ്: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഈശോ പറഞ്ഞത് ഒരു പ്രകാശ നാളത്തെ കയ്യിൽ പിടിച്ചുകൊണ്ടല്ല. ഞാൻ മുന്തിരിവള്ളിയും ശാഖയുമാണെന്ന് പറഞ്ഞത് ഈശോ മുന്തിരിവള്ളിയും ശാഖയും കയ്യിൽ പിടിച്ചുകൊണ്ടല്ല. ഞാൻ വാതിലാണെന്ന് പറഞ്ഞത് പുറത്തുള്ള ഒരു വലിയ വാതിലെടുത്ത് കൈ പിടിച്ചുകൊണ്ടല്ല. ഈശോ ജീവനും പുനരുത്ഥാനവുമാണെന്ന് പറഞ്ഞത് ഉയർപ്പിച്ച ഒരാളെ പൊക്കിപ്പിടിച്ചുകൊണ്ടല്ല. എന്നാൽ ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് പറഞ്ഞത്, ഇത് നിങ്ങൾ എന്നിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കാൻ പറഞ്ഞത്, ഇത് എന്നിൽ നിന്ന് വാങ്ങി കുടിക്കാൻ പറഞ്ഞത് ഈശോ കൈകളിലെടുത്തുകൊണ്ടാണ്. ഒരു ഒബ്ജക്റ്റ് കയ്യിലെടുത്തുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണമെന്ന്, ഇത് നിങ്ങൾ വാങ്ങി കുടിക്കണമെന്ന്. കുറേയും കൂടി സമയം കഴിഞ്ഞപ്പോൾ അലൻ ഖണ്ഡിന് മറ്റൊരു ഉൾക്കാഴ്ച കൂടി കിട്ടുന്നു. അതിങ്ങനെയാണ്: ബൈബിളിൽ 3 പ്രാവശ്യം മാത്രമേ നിങ്ങൾ നിത്യമായി ജീവിക്കും എന്ന് പറയുന്നുള്ളൂ. അത് ഒന്ന് ഉൽപ്പത്തി പുസ്തകം 3:22 ഇതാ അമർത്യതയുടെ വൃക്ഷം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തിയിൽ സൃഷ്ടിയുടെ പുസ്തകത്തിൽ ബൈബിൾ പറയുന്നുണ്ട്. മറ്റ് 2 പ്രാവശ്യവും പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലാണ്. നിങ്ങൾ എന്നിൽ നിന്ന് വാങ്ങി ഭക്ഷിച്ചാൽ നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല, കാരണം ഇത് ജീവൻ്റെ അപ്പമാണ്. അപ്പോൾ അമർത്യതയുടെ ഔഷധമായി ബൈബിളിൽ പറയുന്ന ഏക കാര്യം ജീവൻ്റെ അപ്പമായ ദിവ്യകാരുണ്യമാണല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് സഹോദരങ്ങളെ അദ്ദേഹത്തിന് കിട്ടി. കുറേ കൂടി സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി: എന്തുകൊണ്ടാണ് ഈ ഒരു പഠനം നൽകിയപ്പോൾ മാത്രം ശിഷ്യന്മാർ അവനെ പിരിഞ്ഞുപോയത്? അതിനു മുമ്പ് അന്ധന് കാഴ്ച കൊടുത്തപ്പോൾ ആരും അവനെ പിരിഞ്ഞു പോയില്ല. ചെകിടിന് കേൾവി കൊടുത്തപ്പോൾ ആരും അവനെ പിരിഞ്ഞു പോയില്ല. വെള്ളം വീഞ്ഞാക്കിയപ്പോൾ ആരും അവനെ പിരിഞ്ഞു പോയില്ല. എന്നാൽ മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷയുടെ അച്ചാരമായി സ്ഥാപിച്ച ദിവ്യകാരുണ്യത്തെക്കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഒരുപാട് ശിഷ്യന്മാർ അവനെ പിരിഞ്ഞുപോയി, അവനെ വിട്ടുപോയി. സാധാരണയായി വിട്ടുപോയി കഴിഞ്ഞാൽ 99നെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നിനെ തേടിപ്പോകുന്ന നല്ല ഇടയനായ യേശു ഇവരാരെയും തേടിപ്പോയില്ലെന്ന് മാത്രമല്ല, കൂട്ടത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട്, പത്രോസിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, കർത്താവെ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇത് നൽകാൻ, ഈ ദിവ്യകാരുണ്യം നൽകാനാണ് ഈശോ ബാക്കി എല്ലാ സമ്മാനവും നമുക്ക് തന്നത്. അപ്പോൾ എന്തെല്ലാം സമ്മാനം നമുക്ക് കിട്ടിയാലും ഈ സമ്മാനം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ സത്യത്തിൽ ആത്മീയമായ മരണത്തിൻ്റെ ഭാഗത്തിലാണ് നമ്മൾ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദിവ്യകാരുണ്യത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക്, വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് യേശുവിനെ അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവ്യകാരുണ്യത്തെ ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. രണ്ടാമതായി, ഈ ദിവ്യകാരുണ്യമാണ് കർത്താവ് നടത്തുന്ന ഏക ബലി എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവ് തന്നെ നടത്തുന്ന പ്രാർത്ഥനയാണ്. മറ്റ് എല്ലാ പ്രാർത്ഥനകളും മനുഷ്യൻ ഉയർത്തുന്ന പ്രാർത്ഥനയാണ്. എന്നാൽ ബലിയാകട്ടെ, ദിവ്യകാരുണ്യത്തിൻ്റെ ബലിയാകട്ടെ, അത് കർത്താവായ യേശു തന്നെ നടത്തുന്ന ബലിയാണ്. ഇത് മനുഷ്യൻ്റെ പ്രാർത്ഥനയല്ല, മനുഷ്യൻ്റെ പ്രക്രിയയല്ല. ഇതുകൊണ്ടാണ് സഹോദരങ്ങളെ, ജപമാല നമ്മൾ ആരംഭിച്ചാൽ ഒരുപക്ഷെ നമുക്ക് 2 രഹസ്യത്തിൽ വേണമെങ്കിൽ അവസാനിപ്പിക്കാം, 4 രഹസ്യത്തിൽ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളത് പൂർത്തിയാക്കണമെന്ന് നിർബന്ധമില്ല. ഇനി വേ ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ വഴി നമ്മൾ ആരംഭിച്ചു എന്ന് കരുതുക. അതിൻ്റെ ഇടയിലാണ് പള്ളിയിൽ വലിയൊരു അറ്റാക്ക് ഉണ്ടാകുന്നത്.
വലിയ ആരെങ്കിലും വന്ന് ഭീകരർ വന്നൊരു അറ്റാക്ക് നടത്തുന്നത് എങ്കിൽ അവിടെ വെച്ച് 10ാമത്തെ സ്ഥലത്തോ 8ാമത്തെ സ്ഥലത്തോ വെച്ച് അത് അവസാനിപ്പിക്കാം. എന്നാൽ ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന ഒരു വൈദികൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ആ വൈദികൻ മരിച്ചു വീഴുകയാണെങ്കിൽ മറ്റൊരു വൈദികൻ വന്ന് ആ വിശുദ്ധ കുർബാന പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളതാണ് സഭയുടെ നിയമം. എന്ന് പറഞ്ഞാൽ ഈ ബലിക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലെ മറ്റൊന്നിനും വില കൽപ്പിച്ചിട്ടില്ല. വിശുദ്ധരോടുള്ള നൊവേന നിങ്ങൾ ചെല്ലുന്ന സമയങ്ങളിൽ ഒരു ദിവസം നിങ്ങൾക്ക് മുടങ്ങിയേക്കാം, 10 ദിവസം നിങ്ങൾക്ക് മുടങ്ങിയേക്കാം, 10 ദിവസം അത്തരം പ്രാർത്ഥനകൾക്ക് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്നാൽ ദിവ്യകാരുണ്യം അങ്ങനെയല്ല. കാരണം ഇത് കർത്താവ് നടത്തുന്ന പ്രാർത്ഥനയാണ്. യേശു, മനുഷ്യപുത്രനായ യേശു സ്വർഗപിതാവിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്ന ബലിയാണ്. അതുകൊണ്ട് ഈ ബലി മറ്റേതൊരു പ്രാർത്ഥനയേക്കാളും പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയും കുദാശകളുടെ കുദാശയുമായിട്ട് അറിയപ്പെടുന്നു. ഈ ബലിയെ ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും നമുക്ക് ഒരുക്കാം. ഇനിയും ഈ വിശുദ്ധ കുർബാനയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും നമ്മൾ അകന്നാണ് കഴിയുന്നതെങ്കിൽ സ്നേഹത്തോടുകൂടി ദിവ്യകാരുണ്യത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം. അതിനുള്ള കൃപാവരത്തിനായി ഏറെ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വിശുദ്ധമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെല്ലാവരും ഈ സമയമായിരിക്കുന്നു. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടതൊരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് നീ മനുഷ്യനായി അവതരിച്ചു. മനുഷ്യനുമായുള്ള സമാനത പോലും നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ നീ അപ്പത്തിൻ്റെ രൂപം സ്വീകരിച്ചു. ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും നമുക്ക് തുറന്നു വയ്ക്കാം. വളരെ പ്രത്യേകമായി ദിവ്യകാരുണ്യ യേശുവിൽ വിശ്വസിക്കാതെ കഴിയുന്ന ഒരുപടി ദൈവമക്കളെ സ്നേഹത്തോടുകൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ, ഒരിക്കലും നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ കൂട്ടായ്മകളിലും സഭാ സമ്മേളനങ്ങളിലും ഈ കുദാശ ആചരിച്ചുകൊണ്ട് എന്നെ നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് മറന്നുപോയിരിക്കുന്ന മുഴുവൻ സമൂഹങ്ങളെയും വ്യക്തികളെയും ഓ കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ കരത്തിന് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്ന് അർപ്പിക്കുന്നു. അവിടെ നിന്നാണല്ലോ ഭൂലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, അവിടെ നിന്നാണല്ലോ ഭൂലോകത്തെ മുഴുവൻ കൊണ്ടു നടക്കുന്ന സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ നായകൻ. കർത്താവേ, നിൻ്റെ കരം നീട്ടി നിൻ്റെ മക്കളെ ആശീർവദിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിൽ ദൈവജനത്തെ ആഴപ്പെടുത്തുവാൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാ ഹൃദയങ്ങളെയും കർത്താവെ നീ രൂപപ്പെടുത്തണമേ. ഞങ്ങളുടെ യേശു രക്തം ചിന്തി
രൂപപ്പെടുത്തിയതാണ് ഈ കുദാശ എന്നും അവിടുത്തെ പാപമോചനവും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നതും ഈ കുദാശയിലൂടെയാണ് എന്നുള്ള ചിന്തയും കർത്താവെ നീ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടതിനായി ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി അങ്ങയുടെ മുമ്പിൽ അടിയറ വെച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസൻ കാൽവരിയിൽ ചോര ചിന്തി നേടിയതാ രക്ഷയുടെ കൂദാശയേ മറക്കല്ലേ പ്രിയരേ. അതെ, ഇത് കുദാശകളുടെ കുദാശയാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രത്യാശയാണ്. തിന്മയ്ക്കെതിരെയുള്ള ആയുധമാണ്. ഞങ്ങളുടെ മുഴുവൻ സ്വപ്നമാണ്. നിത്യജീവനിലേക്കുള്ള ഞങ്ങളുടെ മാർഗമാണ് ഈ കുദാശ. ഞങ്ങൾ തളർന്ന് വീഴാതിരിക്കുവാൻ ഞങ്ങൾക്കായി ആകാശത്ത് നിന്ന് ഇറക്കുന്ന സ്വർഗീയ മന്നയാണിത്. ഓ കർത്താവേ, ഇന്ന് ആരാധനയിൽ പങ്കുപറ്റുന്ന രോഗികളെ തൊടുവാൻ, തകർന്നവരെ തൊടുവാൻ, ക്ഷീണിച്ചു പോയവരെ ബലപ്പെടുത്തുവാൻ, പരാജയപ്പെട്ടവർക്ക് വിജയം നൽകുവാൻ ഈ കുദാശയുടെ പരമോന്നതമായ ശക്തി എല്ലാവരിലേക്കും വർഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യമാണേ ഈ വിരുന്ന്, സത്യമാണേ ഈ വിരുന്ന്, കൂട്ടുചേരാൻ കഴിയുന്നോർക്ക് ഭാഗ്യമേ ഭാഗ്യം. ദിവ്യകാരുണ്യ ഈശോയെ, ഏറെ നിറഞ്ഞ മനസ്സോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലായിരിക്കുന്നു. ഓരോ മകനെയും മകളെയും അവിടുന്ന് സ്പർശിക്കുവാൻ വരണമേ. തകർന്നവരെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. ദിവ്യകാരുണ്യ ഭക്തിയിൽ നിന്ന് അകന്നു പോയവരെ വീണ്ടും ദേവാലയങ്ങളോട് അടുപ്പിക്കണമേ. ശൂന്യമായ അൾത്താരകളിൽ വീണ്ടും ബലികൾ അർപ്പിക്കുവാൻ തക്ക വിധത്തിൽ ലോകത്തെ, പ്രപഞ്ചത്തെ അവിടുന്ന് ഒരുക്കണമേ. ബലിയർപ്പിക്കേണ്ട പുരോഹിതരെ വിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ. കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരെയും വഴി നടത്തണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ മഹാത്ഭുതങ്ങൾ വീണ്ടും ഭൂമിയിൽ ആവർത്തിക്കപ്പെടുന്നത് കണ്ണുകൊണ്ട് കാണുവാനും കാതുകൊണ്ട് കേൾക്കുവാനും നീ ഞങ്ങൾക്ക് അവസരം തരണമേ. നിൻ്റെ സാന്നിധ്യത്തിൽ തിന്മയുടെ സ്വാധീനങ്ങൾ അകന്നു പോകട്ടെ. നിൻ്റെ കൃപയുടെ അടയാളങ്ങൾ എല്ലായിടത്തും വീണ്ടും ശേഷിക്കട്ടെ. ഞങ്ങളെ തന്നെ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, കർത്താവേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ദിവ്യകാരുണ്യ ഈശോയെ ആരാധന. Sacrament most holy, O sacrament divine, all praise and all thanksgiving be every moment thine. O
praise